ഈ പ്രധാനപ്പെട്ട നേതാക്കൾ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ രാവിലെ പറയുന്നത് ഒരു രാഷ്ട്രീയ അജണ്ട സെറ്റ് ചെയ്യാനാണ് എന്ന വ്യാപകമായ ഒരു ചിന്തയുണ്ട്. ഈ ദിവസം തദ്ദേശ തെരഞ്ഞെടുപ്പിന് രണ്ടാം ഘട്ടം ഏത് വിഷയം ചർച്ച ചെയ്യണം എന്ന് CPM-ന്റെ കൃത്യമായ ആഗ്രഹം മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പറയുന്നു. അതിൽ മുഖ്യമന്ത്രിയുടെ ഭാഷ കടുത്ത ഭാഷയിലുമായിരുന്നു. ദീപക്, ആശ്മി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് CPM ആണ് അജണ്ട സെറ്റ് ചെയ്തെങ്കിലും ആ അജണ്ടയ്ക്ക് തുരുപ്പിച്ചിട്ട് ഇട്ടുകൊടുത്തത് KPCC പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ളതാണ്. KPCC പ്രസിഡന്റ് വെൽ ഡ്രാഫ്റ്റഡ് പെറ്റീഷൻ, അതിലൊരു ലീഗൽ ബുദ്ധി ഉണ്ടായിരുന്നു എന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ പരാതിയെക്കുറിച്ച് അദ്ദേഹം വോട്ട് ചെയ്ത് മാധ്യമങ്ങളോട് കണ്ണൂരിലെ പേരാവൂരിൽ പറയുന്നു. ഈ കാര്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായിയിലെ പഞ്ചായത്തിലെ 1-ാം ബൂത്തിൽ വോട്ട് ചെയ്ത് പുറത്തിറങ്ങി മാധ്യമങ്ങളെ കാണുമ്പോൾ ചോദിച്ചത്. പക്ഷേ മുഖ്യമന്ത്രി അതിരൂക്ഷമായാണ് പ്രതികരിച്ചത്. ലൈംഗിക വൈകൃത കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് എടുക്കുന്നത് എന്ന ആരോപണത്തിലേക്ക് മുഖ്യമന്ത്രി കടക്കുന്നു. ഈ കൂട്ടർ എന്താണ് കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നു. മാത്രവുമല്ല, ഈ അതിജീവിതമാർ, ഈ ഇരകളെ ഭീഷണിപ്പെടുത്തുന്നു, കൊന്നു തള്ളുമെന്നാണ് ഭീഷണി. അതുകൊണ്ട് ഈ യുവതികൾ പരാതിയുമായി രംഗത്ത് വരുന്നില്ല. മാത്രവുമല്ല, മുഖ്യമന്ത്രി ഒരു കാര്യം കൂടി കടത്തി പറഞ്ഞു, ഇതിനേക്കാൾ ഭീകരമായ പരാതികൾ വരുമെന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം നേരത്തെ തന്നെ നമുക്ക് ഏറെയുള്ളതാണ്, നിരവധി പരാതികളുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്നുള്ളത്. പക്ഷേ എന്നാൽ കൃത്യമായി അത് മുഖ്യമന്ത്രി തന്നെ പറയുമ്പോൾ ഇന്റലിജൻസ് വിവരങ്ങൾ കൂടി ആ കാര്യത്തിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഓക്കെ, ദീപക് തർമ്മടമാണ്. രണ്ടാമത്തെ കേസിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ ജാമ്യം കിട്ടുകയും ഇന്നിപ്പോൾ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ എത്തിയേക്കുമോ എന്ന സംശയത്തിനിടയിലാണ്. ഇതിൽ വലുത് ചിലപ്പോൾ വന്നേക്കാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ദീപക് തർമ്മടം പറയുന്നത് പോലെ മുഖ്യമന്ത്രിയാണ്, ആഭ്യന്തരമന്ത്രിയാണ്. ഏതെങ്കിലും ഇൻപുട്സിന്റെ അടിസ്ഥാനത്തിലാണോ അദ്ദേഹം അത് പറയുന്നത് എന്ന കാര്യം വ്യക്തമാവട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.